നമസ്കാരം. ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കോംപ്ലക്സ് അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ഓക്കെ, എന്താണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് യൂണിറ്റി എന്ന് പറയുന്നത്? എന്താണ് യൂണിറ്റി എന്ന് പറയുന്നത് 1 ആണല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണേ. ഓക്കെ, ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 1 ആണ് അല്ലേ. 1നെയാണ് നമ്മൾ യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഇനി നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 1/1/2 അല്ലേ. സ്ക്വയർ റൂട്ടിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറയുന്നത് √1 എന്ന് നമ്മൾ എഴുതും അല്ലേ. √1 അതായത് 1/1/2. അതേപോലെ തന്നെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി നമുക്ക് എന്തായിരിക്കും? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി (1/1/3) ആയിരുന്നു നമ്മൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് എഴുതുന്നത് അല്ലേ. 1/1/3, അതായത് ക്യൂബ് റൂട്ട്സ് ഓഫ് 1 നമ്മളെങ്ങനെ എഴുതും? 1/1/3 എന്ന് എഴുതും ആണല്ലോ. ഓക്കെ, ഇനി ഇതാണ്. അപ്പോൾ ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി എന്താണ്? 1/1/4 ആയിരിക്കും. ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1/1/4. അല്ലെങ്കിൽ നമുക്ക് ജനറലായിട്ട് പറഞ്ഞാൽ 1ൻ്റെ കാര്യം പോട്ടെ, a⁻1/2 എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് a ആണ്. ആണല്ലോ. ജനറലായിട്ട് പറഞ്ഞു, യൂണിറ്റിയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ജനറലായിട്ട് പറഞ്ഞാൽ a⁻1/2 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് a ആണ്. a⁻1/3 എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് a ആണ്. ആണല്ലോ. a⁻1/4 എന്ന് പറഞ്ഞാൽ ഫോർത്ത് റൂട്ട് ഓഫ് a ആണ്. അങ്ങനെ പോയി a⁻1/n എന്ന് പറയുന്നത് എന്താ? nth റൂട്ട് ഓഫ് a അല്ലേ. a⁻1/n എന്ന് പറയുന്നത് nth റൂട്ട് ഓഫ് a. ഓക്കെ ആണല്ലോ. ഇവിടെ എക്ക് പകരം നമ്മൾ എന്തെടുക്കുന്നു? ക്യൂബ് റൂട്ട് എടുക്കുന്നു. നമുക്ക് ആദ്യം ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി പഠിച്ചിട്ട് nth റൂട്ട് ഓഫ് യൂണിറ്റി പഠിക്കാം. നമുക്ക് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി വേണം, എന്നിട്ട് nth റൂട്ട് ഓഫ് യൂണിറ്റിയിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ 1ൻ്റെ അപ്പം ജനറലായിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ യൂണിറ്റിയിലേക്ക് തന്നെ വരാം. 1/1/3 ഇതാണല്ലോ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ നമ്മൾ നോക്കുമ്പം പെട്ടെന്ന് നമുക്ക് എന്താണ് വരുന്നത്? 1 എന്നാണ് വരുന്നത് അല്ലേ. 1 ശരിയാണ്. 1 എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി തന്നെയാണ്. അതായത് 1നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലും 1 തന്നെയാണ് വരുന്നത് അല്ലേ. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി 1 എന്ന് പറഞ്ഞാൽ 1നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ 1 × 1 × 1 എന്ത് തന്നെയാണ്? 1 തന്നെയാണ് വരുന്നത്. അതാണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നു? എന്തുകൊണ്ട് ക്യൂബ് റൂട്ട്സ് എന്ന് പറയുന്നു? അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നിൽ കൂടുതലില്ലേ എന്നല്ലേ അല്ലേ. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്നല്ല നമ്മൾ പറയുന്നത്, ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ റൂട്ട്സ് ഈ 1/1/3ക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ ചിലപ്പോൾ റിയൽ വാല്യൂസ് 1 ആയിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മളിപ്പം കോംപ്ലക്സ് അനാലിസിസ് പഠിക്കുമ്പോൾ നമ്മൾ ഇമാജിനറി വാല്യൂസും കൂടെ കൺസിഡർ ചെയ്ത് ഹോൾ പ്ലെയിൻ നമ്മൾ നോക്കും അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പം 1/1/3ക്ക് റിയൽ വാല്യൂ ആയിട്ട് 1 വരും, പക്ഷേ ഇമാജിനറി വാല്യൂസായിട്ട് വേറെ 2 വാല്യൂസും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 3 വാല്യൂസാണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിക്ക് ഉള്ളത്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണം എന്തൊക്കെയാണെന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് വേണ്ടിയിട്ട്
അല്ലേ? ഇപ്പം ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദർ എക്സിസ്റ്റ് റൂട്ട്സ് മോർ ദാൻ 1, അല്ലേ? 1 അല്ലാതെ ഒന്നിൽ കൂടുതൽ റൂട്ടുകളുണ്ട്. അത് എത്ര എണ്ണം ഉണ്ടെന്നാണ്? മൊത്തം 3 എണ്ണം ഉണ്ട്. ബാക്കി 2 കൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇപ്പം റിയൽ നമ്പേഴ്സ് വരെ നമ്മൾ റിയൽ നമ്പർ വരെ പഠിച്ചിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് 1/1/3 എത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ നമ്പർ വരെ പഠിച്ചിട്ടുള്ള ഒരു 10th സ്റ്റാൻഡേർഡ് 10th ഒക്കെ ആകുമ്പം അങ്ങനെയുള്ള കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും 1/1/3 1 ആണെന്ന് പറയും. കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കോംപ്ലക്സ് പ്ലെയിനിലും കൂടെ നമ്മൾ നോക്കണം ഇതിന് എന്തെങ്കിലും വേറെ വാല്യൂസ് ഉണ്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് 1/1/3 വേറെ 2 വാല്യൂസും കൂടെ വരുന്നുണ്ട്. അത് ഇമാജിനറി വാല്യൂസ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി അത് കാണാൻ വേണ്ടി അല്ലേ, അത് കാണാൻ വേണ്ടി ഞാൻ ആദ്യം ഇപ്പോൾ ഇതങ്ങ് പോട്ടെ. ലെറ്റ് എക്സ് ഈക്വൽ ടു 1/1/3 ഇങ്ങനെ കൊടുക്കാം. എങ്കിൽ എക്സ് ക്യൂബ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 1 കിട്ടും. എക്സ് ക്യൂബ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഞാൻ എക്സ് ഈക്വൽ ടു 1/1/3 എന്ന് കൊടുത്തു. ദെൻ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എന്താ? ഇത് ക്യൂബ് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ എക്സിന് ബോത്ത് സൈഡ്സ് ഞാൻ ക്യൂബ് എടുക്കുകയാണ്. ക്യൂബ് എടുക്കുമ്പോൾ ഇവിടെ എക്സ് ക്യൂബ് വരും. ഇവിടെ എന്ത് വരും? 1/1/3 ഇൻറ്റു 3 3 3 പോയിട്ട് 1/1 1 വരും ആണല്ലോ. ഇനി എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ 0. എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ 0. 1 ഇങ്ങോട്ട് കൊണ്ടുവന്നു. എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു 0. ഇനിയും എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്താണ്? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്താ? എ മൈനസ് ബി ഇൻറ്റു എഴുതാൻ പറ്റുമോ? തടയത്തില്ലേ? ഓക്കെ, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എ മൈനസ് ബി ഇൻറ്റു എന്താ വരുന്നത്? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലേ? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, അപ്പം എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഇപ്പോൾ അറിയാം, നമുക്ക് അതിൻ്റെ എക്സ്പാൻഷൻ അറിയാം. അതേപോലെ തന്നെ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എക്സ് ക്യൂബ് മൈനസ് 1 എന്ത് വരും? എ മൈനസ് ബി, അതായത് എക്സ് മൈനസ് 1 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി. എ സ്ക്വയർ ഇവിടെ എക്സ് ആണ് വരുന്നത്. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 അല്ലേ ഈക്വൽ ടു 0 എന്ന് വന്നു. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് വന്നു. ഇനി ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഇതിൻ്റെ അർത്ഥമാണ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 ഐദർ ഒന്നെങ്കിൽ എക്സ് മൈനസ് 1 0 ആയിരിക്കും, ഓർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ എക്സിൻ്റെ ഒരു വാല്യൂ നമുക്ക് കിട്ടി, എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് അല്ലേ? എക്സ് സ്ക്വയർ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 ഓർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്നാണ് എൻ്റെ അർത്ഥം. ഇനി എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ അത് നമുക്ക് ഒരു വാല്യൂ വന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടാൻ പോകുന്നത്? ഇതിനകത്ത് തോന്നാം. ഇനി അടുത്തത് ഏതാ? ഇത് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഇതില്ലേ ചെയ്യേണ്ടത്? ഇത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 അല്ലേ? ഇത് ചെയ്യണം. ഇതെന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്, ഡിഗ്രി 2 വരുന്നത്. അത് നമ്മളെങ്ങനെ സോൾവ് ചെയ്യും? ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് സോൾവ് ചെയ്യും. എക്സ് ഈക്വൽ ടു മൈനസ് ബി, അതായത് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ക്വാഡ്രാറ്റിക് ഫോർമുല എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? സോ മൈനസ് ഇവിടെ എയുടെ സ്ഥാനം 1 ആണ്, ബി 1 ആണ്, സി 1 ആണ്. അപ്പം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി എന്ന് പറയുമ്പം 1 മൈനസ് 4 ബൈ 2 ഇൻറ്റു എ 2 എന്ന് വരും അല്ലേ? ഈക്വൽ ടു മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് 3 ബൈ 2. കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം
-1 ± √(-1) എന്ന് പറയുന്നത് ഇമാജിനറി വാല്യൂ ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറയുന്നത് ഇമാജിനറി നമ്പറാണ്. അത് എത്രയാണ്? അത് I ആണ്. I√3/2 -1 ± I√3/2. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വാല്യൂസ് വീണ്ടും കിട്ടി എഴുതാം. x = 1 and x = -1 ± I√3/2. അതായത് x1 എന്നും കിട്ടി, x -1 + I√3/2 എന്നും കിട്ടി, x -1 - I√3/2 എന്നും കിട്ടി. ഇങ്ങനെ 3 വാല്യൂസാണ് കിട്ടിയേക്കുന്നത്. ഏതൊക്കെയാണ്? 1 -1 + I√3/2 -1 - I√3/2. ഇങ്ങനെ 3 വാല്യൂസാണ് നമുക്ക് ഏതിന് കിട്ടിയിരിക്കുന്നത്? എക്സ് ആൻഡ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുടെ 1/1/3യുടെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സിന് എത്ര വാല്യൂസാണ് കിട്ടിയിരിക്കുന്നത്? 3 വാല്യൂസാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. എക്സ് ആയിട്ട് നമ്മൾ 1/1/3 കൺസിഡർ ചെയ്തപ്പോൾ ആ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ 3 എണ്ണമാണ്. അതിൽ ഇത് റിയൽ വാല്യൂ ആണ്, ഇത് രണ്ടും ഇമാജിനറി വാല്യൂസാണ്. മനസ്സിലായോ? ഇതിൻ്റെ അർത്ഥം എന്താ? 1നെ 3 തവണ പ്രൊഡക്റ്റ് എടുത്താൽ 1 കിട്ടും, ഇതിനെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്താലും 1 കിട്ടും, ഇതിനെയും 3 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. ഓക്കെ, അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഏതാണ്? 1 -1 + I√3/2 -1 - I√3/2. ഇതിനെ നമ്മൾ നമ്മളൊരു ലെറ്റർ ഡിനോട്ട് ചെയ്യും. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ലെറ്റർ സിമ്പൽ വെച്ച് ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് ഇങ്ങനെയാണ്: 1 ഒമേഗ ഒമേഗ² അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. 1 ഒമേഗ. അതിൽ ഒമേഗ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 ഒമേഗ² ആർ ഇതിൻ്റെ അപ്പുറത്തേതാണ് അല്ലേ. That is 1 omega square are the cube roots of unity. Where ഒമേഗ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെ വേണേലും എടുക്കാം നിങ്ങൾക്ക്. ഇത് ഒമേഗ ഞാനിതായിട്ടല്ലേ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. -1 -1/2 -1/2 + I√3/2 ഇങ്ങനെ എഴുതാം കേട്ടോ. -1/2 + I√3/2 എങ്കിൽ ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും മറ്റേത് കിട്ടുക എന്നല്ലേ എൻ്റെ അർത്ഥം. അതെ, അതുകൊണ്ടാണല്ലോ നമ്മൾ തൊട്ടടുത്തതിനെ ഒമേഗ² എന്ന് എഴുതിയത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൻ്റെ സ്ക്വയർ നോക്കാം. ഒമേഗ² എന്ന് പറയുന്നത് -1/2 + I√3/2 the whole square അല്ലേ. അപ്പോൾ -1/2 square + 2 into I√3/2 the whole square. മൈനസ് ഉണ്ടല്ലേ.
ഇവിടെ -3/4 പ്ലസ് 1/4 -2/4 മൈനസ് i√3/2 -1/2 മൈനസ് i√3/2. അല്ലോ ω² നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? ഇതാ -1/2 മൈനസ് i√3/2. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഒമേഗ എടുത്തിട്ട് ഇതിനെ നമ്മൾ ω² കൊടുത്തത്. കാരണം ഇതിൻ്റെ സ്ക്വയർ കിട്ടുന്നത് എന്ത് തന്നെയാണ്, തൊട്ടടുത്ത് നമ്മൾക്ക് കിട്ടിയ അതേ റൂട്ട് തന്നെയാണ് ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴും കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1 ω² എന്ന് തന്നെ കൊടുത്തത്, ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. മനസ്സിലായോ? 1 ω ആൻഡ് ω². ഓക്കെ, അപ്പോൾ അതാണ് 3 എണ്ണം ഉള്ളത്. 1 റിയൽ വാല്യൂസ് ആൻഡ് 2 ഇമാജിനറി വാല്യൂസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ 1³ എടുത്താലും 1 ആണ്, പിന്നെ -1/2 പ്ലസ് i√3/2ൻ്റെ ക്യൂബ് എടുത്താലും 1 ആണ്, -1/2 മൈനസ് i√3/2ൻ്റെ ക്യൂബ് എടുത്താലും 1 എന്ന് കിട്ടും. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ഈ 3 വാല്യൂസ് വന്നത് അല്ലേ. സോ 1/1/3 1 വരും, 1/1/3 ഇത് വരും, 1/1/3 ഇത് വരും, 3 വാല്യൂസ് വരും. മനസ്സിലായോ? അപ്പോൾ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എങ്ങനെയാണെന്ന് വന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇത് ഒന്നുകൂടെ പറയണോ? ഓക്കെ, ദ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആർ 1 ω²നെ ഞാൻ എഴുതിയിട്ടുള്ളൂ. എന്താണെന്നുള്ളത് ഞാനോട് പറഞ്ഞു, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. എന്ന് പറയുന്നത് -1/2 പ്ലസ് i√3/2 ആണ്. ω² എന്ന് പറയുന്നത് -1/2 മൈനസ് √3/2 ആണ്. അപ്പം 1 ω², ഇതും പിന്നെ 1 ആണ് 3 റൂട്ട്സ് ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന 3 എണ്ണം. ഓക്കെ, അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടിയിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയിൽ എന്താ? ഒമേഗ കോഞ്ചുഗേറ്റ് ഈക്വൽ ടു ω². ഒമേഗയുടെ കോഞ്ചുഗേറ്റ് ആണ് ω², അല്ല ω²ൻ്റെ കോഞ്ചുഗേറ്റ് ആണ് ഒമേഗ. അത് പിന്നെ അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്ന അല്ലേ. പിന്നെ ഇതൊന്ന് മാറ്റാം, ഇതൊക്കെയാണ്. ഒന്നും കൂടെ പറയണം. ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയാം. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് 1/1/3 1/1/3ന് 3 റൂട്ട്സുകളാണുള്ളത്. അത് കണ്ടുപിടിച്ചേക്കുന്നതാണ് നമ്മളിങ്ങനെ. നമ്മൾ എക്സിനെ 1/1/3 എന്ന് എടുത്തു, എന്നിട്ട് എക്സിൻ്റെ വാല്യൂസ് നമുക്ക് 3 എണ്ണം കിട്ടും. എന്നിട്ട് നമ്മൾ ക്യൂബ് എടുത്തു, -1, ഇപ്പം ഇത് ക്യൂബിക് പോളിനോമിയലായി മാറി അല്ലേ. ക്യൂബിക് പോളിനോമിയലിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതി, ഇത് യൂസ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്ത് എഴുതിയിട്ട് അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിച്ചു. അപ്പോൾ x = 1 എന്നും കിട്ടി, x = -1 + or - i√3/2 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ആ 3 റൂട്ട്സിനെയാണ് എടുത്തത്. 1 -1 + i√3/2 -1 - i√3/2 എന്ന് എടുത്തു. ഇപ്പോൾ ഒരു റിയൽ വാല്യൂ, 2 ഇമാജിനറി വാല്യൂസുമാണ് കിട്ടിയത്. അപ്പം ഇത് ഒന്ന് 1 ആണ്, ഇതിന് നമ്മൾ ω എന്ന് കൊടുത്തു. ഇതിൻ്റെ സ്ക്വയർ തന്നെയാണ് കിട്ടുന്നത്. ഇനി ഇതിനെ ω എന്ന് കൊടുത്താൽ ഇതിൻ്റെ സ്ക്വയർ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഏത് വേണേലും നമുക്ക് ω എന്ന് കൊടുക്കാം. അപ്പോൾ ω എന്താണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ നമുക്കിതിനകത്ത് രണ്ടിലേതെങ്കിലും പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് മാത്രം ω എന്നില്ല, ഇതോ ω കൊടുത്താൽ മറ്റേതതിൻ്റെ സ്ക്വയർ ആയിക്കോളും. സോ 1 ω² ആണ് യൂണിറ്റി, ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് സ്ക്വയർ വന്നത് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. Okay, then.
ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസിൽ ആദ്യം ഞാൻ ഒമേഗ എന്താണ് ഒമേഗ സ്ക്വയർ എന്താണെന്നൊന്ന് എഴുതിയതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിൽക്കട്ടെ. പ്രോപ്പർട്ടീസിന് ഒന്നാമത്തെ പ്രോപ്പർട്ടി എവിടെ എഴുതിയിരിക്കുന്നത് ഒമേഗ എന്താണ് ഒമേഗ സ്ക്വയർ എന്താണെന്നുള്ളതാണ്. ഇനിയും രണ്ടാമത്തേന്ന് പറയുന്നത് ഒമേഗ കോഞ്ചുഗേറ്റ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആയിരിക്കും. ഒമേഗ സ്ക്വയർ കോഞ്ചുഗേറ്റ് ഈക്വൽ ടു ഒമേഗയോ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഒമേഗ നമുക്കറിയാം -1/2 പ്ലസ് I√3/2 ആണ് അല്ലേ. ഇനി കോഞ്ചുഗേറ്റ് എഴുതുന്നത് എങ്ങനെയാണ്? കോഞ്ചുഗേറ്റ് എഴുതുന്നത് ഇമാജിനറി പാർട്ടിൽ സൈൻ ചേഞ്ച് ചെയ്താണ് നമ്മൾ കോഞ്ചുഗേറ്റ് എഴുതുന്നത് അല്ലേ. സോ -1/2 മൈനസ് I√3/2 ആണ്. അത് തന്നെയല്ലേ നമ്മുടെ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. അതെ, ഇവിടുത്തെ റിയൽ പാർട്ടിന് ഒരു ചേഞ്ചും വരില്ല. ഇമാജിനറി പാർട്ട് I√3/2ൻ്റെ സൈൻ ചേഞ്ച് ആയിട്ട് അതേപോലെ ചിലപ്പോൾ -I√3/2 എന്നാകും. അപ്പോൾ ഈ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഒമേഗ ബാർ എന്ത് വന്നത് -1/2. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് ഒമേഗയുടെ കോഞ്ചുഗേറ്റ് എന്ത് വന്നത് ഒമേഗ സ്ക്വയർ വന്നത്. ഇനി ഒമേഗ സ്ക്വയറിൻ്റെ കോഞ്ചുഗേറ്റ് തിരിച്ചു എന്ത് തന്നെയാണ് ഒമേഗ തന്നെയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അതാണൊരു പ്രോപ്പർട്ടി. ഇനി മൂന്നാമത്തേതാന്ന് നോക്കട്ടെ. ഓക്കെ, അതായത് ഒമേഗ ബാർ ഒമേഗ കോഞ്ചുഗേറ്റ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഓർ ഒമേഗ സ്ക്വയർ കോഞ്ചുഗേറ്റ് ഈക്വൽ ടു ഒമേഗ. ഓക്കെ, ഇനി ഇതിൻ്റെ മോഡുലസ് ഫംഗ്ഷൻ മോഡുലസ് ഓഫ് ഒമേഗ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടുന്നെന്നാണ് പറയുന്നത്. അതായത് മോഡുലസ് ഓഫ് ഒമേഗ എന്താണ്? മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒമേഗ ഒരു കോംപ്ലക്സ് നമ്പർ അല്ലേ. ഒമേഗ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൻ്റെ മോഡുലസ് എന്താണ്? 1ൻ്റെ മോഡുലസ് എന്താ? 1ൻ്റെ മോഡുലസ് 1 തന്നെ. മോഡുലസ് ഓഫ് 1 തന്നെ. ഇനി ഒമേഗ ഒരു കോംപ്ലക്സ് നമ്പർ ആയിട്ട് അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ വരും അല്ലേ. സോ ഇവിടെ എന്താ വരുന്നത്? (1/4 + 3/4) 4/4 √1 എന്ന് കിട്ടും അല്ലേ. അതുപോലെ തന്നെ ഒമേഗ സ്ക്വയറിൻ്റെ മോഡുലസ് -1/2 സ്ക്വയർ പ്ലസ് -√3/2 സ്ക്വയർ. അതും ഇതുപോലെ തന്നെ 1/4 + 3/4 1 വരും. മോഡുലസ് ഓഫ് 1 1 ആണ്. മോഡുലസ് ഓഫ് ഒമേഗയും 1 ആണ്. മോഡുലസ് ഓഫ് ഒമേഗ സ്ക്വയറും 1 തന്നെയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും മോഡുലസ് എന്താണ്? 1 തന്നെയാണ് അല്ലേ. മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പോയിൻ്റ് നമ്മൾ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യുമ്പം ഒറിജിനിൽ നിന്നുള്ളതിൻ്റെ ഡിസ്റ്റൻസ് അല്ലേ. ഓക്കെ, അത് 1 അപ്പോൾ ഇതിൻ്റെ എല്ലാം 1 ആണെന്ന് ഓർത്തു. നമുക്ക് അടുത്തൊരു പോയിൻ്റ് പറയുമ്പം ഇത് 1 വെച്ച് വരുന്ന അത് നമുക്ക് വരയ്ക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി ഏതാണ് പറഞ്ഞേക്കുന്നത്? മൂന്നാമത്തെ വരെ നമ്മൾ പറഞ്ഞല്ലേ. സം ഓഫ് 1 ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. സം ഓഫ് 1 ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0 ആണെന്നുള്ളത്. എങ്ങനെ ചെയ്യും? ഓക്കെ, നാലാമത്തെ അല്ലേ. അതിന് നമുക്ക് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ഒന്ന് കണ്ടു നോക്കാം. ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ. ഒമേഗ എന്തായിരുന്നു? -1/2 പ്ലസ് I√3/2 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് -1. ബ്രാക്കറ്റൊന്നും എഴുതണമെന്നില്ല, കാരണം പ്ലസ് അല്ലേ. -I√3/2 അല്ലേ. -1/2 പ്ലസ് I√3/2 -1/2 - I√3/2.
ഇതും അങ്ങ് പോയിട്ട് -1/2 -1/2 അര 1 -1 ആണല്ലോ, -1 ആയിട്ട്. ഇനിയും ഈ -1 അപ്പം അതായത് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് കിട്ടി. ഈ -1 ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ, അതായത് 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ഈ -1 ഇപ്പുറത്തോട്ട് വന്നാൽ +1 ആയിട്ടില്ലേ, 0 എന്ന് കിട്ടി. അത് ഇത് പറഞ്ഞാൽ എന്തോ ഇത് 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് സം ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണ് അല്ലേ. ദാറ്റ് ഈസ് സം ഓഫ് സമ്മിൻ്റെ ഒക്കെ സ്പെല്ലിങ് sum of cube root of unity cube roots of unity is 0. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിയുടെ സമ്മ്. അതുപോലെ ലെങ്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിയുടെ സം എന്താണെങ്കിലും എന്താ 0 ആയിരിക്കും. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ നമ്മൾ കണ്ടു, നമുക്ക് -1 കിട്ടിയത്. -1 ഇപ്പുറത്തോട്ടേക്ക് കൊണ്ടുവന്നു, അപ്പോൾ നമുക്ക് 1 പ്ലസ് ഒമേഗ സ്ക്വയർ, ഈ 3 എണ്ണം ഇല്ലയോ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്, അത് 3 കൂടെ ആഡ് ചെയ്തപ്പോഴും എന്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ 0 കിട്ടിയെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടി. ആദ്യം നമ്മൾ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് പഠിച്ചത്? ആദ്യം കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ഒമേഗ സ്ക്വയർക്ക് എന്താണെന്നൊന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോഡുലസ് അല്ലേ, കോഞ്ചുഗേറ്റ്, ഫസ്റ്റ് കോഞ്ചുഗേറ്റാണ് പറഞ്ഞത്. ഒമേഗയുടെയും ഒമേഗ സ്ക്വയറും തമ്മിൽ അവർ കോഞ്ചുഗേറ്റ് ആയിരിക്കും കേട്ടോ, തമ്മിൽ കോഞ്ചുഗേറ്റ് ആണെന്ന് പറഞ്ഞു. അതായത് ഒമേഗ കോഞ്ചുഗേറ്റ് ഒമേഗ സ്ക്വയർ കിട്ടി, ഒമേഗ സ്ക്വയർ കോഞ്ചുഗേറ്റ് ഒമേഗ എന്ന് കിട്ടി. പിന്നെ അതിൻ്റെ മോഡുലസ് കണ്ടു, 3 റൂട്ട്സിൻ്റെ മോഡുലസ് കണ്ടപ്പോൾ നമുക്ക് 1 തന്നെ കിട്ടിയത്. ദെൻ എന്താ പിന്നെ പറഞ്ഞത് ഇതാ അല്ലേ, സം ഓഫ് ദ റൂട്ട്സ് ഓഫ് യൂണിറ്റി, സം ഓഫ് ദ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി മസ്റ്റ് ബി 0. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രൊഡക്റ്റ് നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.